ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഓണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ആ ഒരു ഓണത്തോട് അനുബന്ധിച്ച് നമുക്കൊരു കളി ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലങ്ങളിൽ ആ ഒരു ഗെയിം വളരെ ചുരുക്കമാണ്. അപ്പോൾ ആ ഒരു ഗെയിമിന് ഉപയോഗിച്ചിരുന്ന, അതായത് ആ ഒരു കളികൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റമാണ് പകിട. അതായത് പകിട 12 എന്ന് പറയുന്ന ഒരു ഗെയിമിന് ഉപയോഗിച്ചിരുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു മെറ്റലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗെയിം ഓരോരോ ഗെയിമിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ പകിട 12 കളിക്ക് ഉപയോഗിച്ചിരുന്ന പകിടകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും സ്റ്റാമ്പുകൾ, അതായത് നമ്മുടെ തിരുവിതാംകൂർ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാമ്പുകൾ, അതുപോലെ തന്നെ വേൾഡിനെ സംബന്ധിച്ചുള്ള സ്റ്റാമ്പുകൾ, തീപ്പെട്ടി പടങ്ങൾ, അതുപോലെ തന്നെ ആൻറ്റിക് കളക്ഷൻസ്, അതുപോലെ തന്നെ പത്രങ്ങൾ, ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു പകിട അതായത് പകിട 12 കളിക്ക് ഉപയോഗിക്കുന്ന ആ പകിടകളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പകിടകൾ. അതായത് ഈ ഒരു പകിടകൾ ഉപയോഗിച്ചാണ് ആ ഒരു ഗെയിം നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊന്നും ആ ഒരു ഗെയിം കളിച്ചിട്ടില്ല. നമ്മളല്ലാതെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, പകിട. അതായത് ഈ ഒരു മെറ്റൽ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഗെയിം കളിച്ചിട്ടില്ല. 2 ടൈപ്പ് ഓഫ് പകിടകളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഈ ഒരു ടൈപ്പാണ് കൂടുതലായിട്ട് പകിട കളിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വന്നിട്ട് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്, അതായത് സ്ക്വയർ. നമ്മുടെ ഈ പാമ്പും കോണിയൊക്കെ കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്വയർ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തമ്മിലിങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം ഇതിങ്ങനെ ഉരുട്ടി നിലത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഓരോ നമ്പേഴ്സ് വരും. നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു പകിടയിൽ വന്നിരിക്കുന്ന മൂന്ന് ഹോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് 5 ആണ്. അപ്പോൾ ഇങ്ങനെ എണ്ണങ്ങൾ വെച്ചിട്ടാണ് ഓരോരോ പകിടയ്ക്കും ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരുപാട് പഴയ സിനിമകളിലൊക്കെ ഈ പകിട പോലത്തെ ഗെയിംസിൻ്റെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള പകിട കളികളാണ് ഓണക്കളികൾ. അതായത് ഓണത്തിന് കൂടുതലായിട്ടും ചില ഈ തൃശ്ശൂർ, പാലക്കാട് ആ ഒരു ജില്ലകളിലാണ് കൂടുതലും പകിട കളികൾ എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അവിടെ ഗെയിംസ്, അതായത് ഒരു ടൂർണമെൻറ്റ് കണക്കായിട്ടൊക്കെ ഗെയിംസൊക്കെ അവർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലാണ് ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പകിട ഉപയോഗിച്ച് ഞാനും കളിച്ചിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊരു ആൻറ്റിക് കളക്ഷൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പകിടകൾ എടുത്തത്. അപ്പോൾ ഈ ഒരു പകിടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ 2 പകിടകളും ചേർത്ത് ഒരു കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2ആയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഇങ്ങനെ നിലത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പകിട ചെന്ന് ഉരുണ്ട് വീഴുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ നമ്പേഴ്സ് വെച്ചാണ് പകിടകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള പകിട കളികളൊക്കെ നമ്മളിപ്പോൾ കാലം മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലരും, ഞാനും ഈ ഒരു പകിട കളിയെക്കുറിച്ച് കാണുന്നത് യൂട്യൂബിൽ തന്നെയാണ്. ഈ ഒരു പകിട കളി നമ്മൾ ഈ ഒരു മെറ്റലൊന്നും ഉപയോഗിച്ച് കളിച്ചിട്ടില്ല. നമ്മളൊക്കെ 90s കിഡ്സാണ്. അപ്പോൾ അതിനു മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഗെയിമിനെ ഒരു വല്ലാത്തൊരു ആവേശത്തോടെയാണ് ഈ ഒരു ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗെയിമുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കാലത്തിലേക്ക്, അതായത് പഴയ കാലത്തിലേക്ക് നമ്മളൊരു ട്രാവലിംഗ് ചെയ്യുമ്പോഴുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പകിട കളികൾ കളിക്കാൻ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പകിടയെക്കുറിച്ച് അറിയാവുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് ഒരു കൗതുകം തോന്നി ഞാൻ ആഡ് ചെയ്ത ഒരു 2 ടൈപ്പ് ഓഫ് പകിടകളാണിത്. അപ്പോൾ അത് വെച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പകിട കളിയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ച ഈ ഒരു പകിട ഒരു പുതിയൊരു അനുഭവമാണെങ്കിൽ, നമ്മുടെ പുതിയ ആരെങ്കിലും, അതായത് പകിടയൊന്നും കളിക്കാത്തവർക്ക് പുതുതായിട്ട് കിട്ടിയൊരു അനുഭവമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.